നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ടിൻ ഫ്ലെയിം ജേർണിയിലെ റീയൂണിയൻ സയൻസിനെ പറ്റിയാണ്. എല്ലാവർക്കും ടിൻ ഫ്ലെയിം ജേർണിയിൽ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് റീയൂണിയൻ. അത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ചിന്തിക്കും, റീയൂണിയൻ ആവാറായോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ സയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്നാൽ നമ്മൾ ഡിവൈനുമായി കൂടുതൽ അടുക്കും എന്നുള്ളതാണ്. അതായത് മുന്നേ ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല ഡിവൈൻ. നമ്മൾ ഡിവൈനുമായി അത്രയും പ്രണയത്തിലാകും എന്നുള്ളതാണ്. ഡിവൈൻ ഒരു ഫ്രണ്ടായി നമുക്ക് തോന്നും. നമ്മളുടെ എല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഡിവൈനോടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിവൈൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സൈൻ. പിന്നെ മറ്റൊരു സൈനാണ് നമ്മൾ എല്ലാ കാര്യത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതായി തീരും എന്നുള്ളതാണ്. അത് ഇന്ന കാര്യത്തിന് എന്നൊന്നുമില്ല, നമുക്ക് തന്ന എല്ലാ കാര്യത്തിനോടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഡിവൈനോട് പ്രത്യേകമായി തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കും. ഏത് സാഹചര്യത്തിലും എന്ത് വന്നാലും നമ്മളുടെ കൂടെ ഡിവൈനുണ്ട്. നമ്മൾ ആ ഒരു നന്ദി നമുക്ക് എല്ലാവരോടും കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സൈൻ. പിന്നെ അടുത്ത സൈൻ, നമുക്ക് വെയിറ്റിംഗ് എനർജി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡിവൈൻ മസ്കുലിനെ വെയിറ്റ് ചെയ്തിരിക്കില്ല എന്നുള്ള കാര്യം. നമ്മൾ ഇനി അവരുടെ ഒരു ഫോട്ടോ കണ്ടു, അത് നോക്കിയിരിക്കുക, പണ്ട് കഴിഞ്ഞതൊക്കെ ചിന്തിച്ചിരിക്കുക. ആ സ്വഭാവം നമ്മൾ മാറ്റിയിരിക്കും പൂർണ്ണമായും എന്നുള്ളതാണ്. ഇനി അവരെ പെട്ടെന്ന് ഓർമ്മ വന്നു, എന്നാൽ അവരുടെ ഫോട്ടോ ചിലപ്പോൾ മുന്നിൽ വന്നു, പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നില്ല, അത് കണ്ടു, അതങ്ങ് വിട്ടു, അത്രമാത്രം. ആ ഒരു വെയിറ്റിംഗ് എനർജി നമ്മളിൽ നിന്നും പോയിട്ടുണ്ടാകും. നമുക്കറിയാം അവർ എവിടെയായിരുന്നാലും നമ്മളും അവരും ഒന്നാണ്. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദേഷ്യം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മളൊരു സറണ്ടറിങ് മോഡിലായിരിക്കും. ഡിവൈൻ മാസ്കുലിന് നമ്മൾ ബ്ലെസ്സിങ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അതുവരെ ദേഷ്യമുണ്ടായിരുന്ന നമ്മൾ പിന്നീട് എല്ലാവർക്കും ബ്ലെസ്സിങ് സെൻഡ് ചെയ്യും. ഇനി അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എങ്കിൽ ആ സമയത്ത് അവരോട് ദേഷ്യമായിരിക്കും. പക്ഷേ അവരോട് പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയും. നമ്മളെല്ലാ കാര്യവും ലെറ്റ് ഗോ ചെയ്തിരിക്കും എന്നുള്ളതാണ് ആ സമയം. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സൈൻ, ഡിവൈൻ ഫെമിനൈന് ഹാർട്ടിൽ ഒരു ഭാരം അനുഭവപ്പെടാം. അതിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് കരയുക, മിസ്സിങ് എനർജി പെട്ടെന്ന്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. അതിനു മുന്നേ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. പക്ഷെ അത് നമ്മളുടെ എനർജി ഷിഫ്റ്റ് ആയതാണ്. അതായത് ഡിവൈൻ മസ്കുലിൻ്റെ എനർജിയാണത്. അപ്പോൾ അങ്ങനെയും അനുഭവപ്പെടാം റീയൂണിയൻ എടുക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് അൺകണ്ടീഷണൽ ലവ്, അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. എല്ലാവരും സോളാണ്. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എല്ലാവരെയും കാണുന്നത്. എന്ത് കാരണമുണ്ടെങ്കിലും എന്ത് ദേഷ്യമുണ്ടെങ്കിലും അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയും. നമ്മൾ സോൾ ലെവലിലായിരിക്കും ആ സമയത്ത് ചിന്തിക്കുന്നത്. പിന്നെ മറ്റൊരു സൈനാണ് റീയൂണിയൻ അടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബട്ടർഫ്ലൈ. അതായത് ഒരുപാട് ബട്ടർഫ്ലൈ നമ്മൾ കാണും. മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ ഇത് അതുപോലത്തെ ആയിരിക്കില്ല. ഒരു വലിയ ബട്ടർഫ്ലൈ, അതുപോലത്തെ കുറേ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുന്നിൽ
മുന്നിൽ കൂടെ പറന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ നോക്കിപ്പോകും. അതായത് നമ്മളുടെ കണ്ണുകൾ അതിലുടക്കും എന്നുള്ളതാണ്. അത്രയും അപൂർവമായിട്ടേ അങ്ങനെയുള്ള ബട്ടർഫ്ലൈനെ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീയൂണിയൻ സമയത്ത്. പിന്നെ പലതരത്തിലുള്ള പക്ഷികൾ, അതും നമ്മൾ കാണുന്ന പക്ഷികളെന്നും കാണുന്ന പോലത്തെ ആയിരിക്കില്ല. അതിലും വ്യത്യസ്തമായ പലതരത്തിലുള്ള ബേഡ്സ് നമ്മൾ കണ്ടിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സൈൻ. പിന്നെ മറ്റൊരു സൈനാണ് ഡിവൈനിൻ്റെ ഇടപെടൽ എന്നുള്ളത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല. ഡിവൈൻ എങ്ങനെയാണോ നമ്മളുടെ ഒപ്പമുള്ളത് അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. അത് പല വ്യക്തികളിൽ കൂടി ആയിരിക്കാം. അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ ഡിവൈൻ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അതറിയാൻ സാധിക്കില്ല. അതിലും ഡിവൈനുണ്ട് എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. എന്ത് സാഹചര്യത്തിലും ഏത് കാര്യത്തിലും നമുക്ക് വേണ്ടത് ഡിവൈൻ ഒരുക്കി തരുന്ന ഒരു സമയമാണ് ഈ റീയൂണിയൻ ടൈം ആകുമ്പോൾ. ഏത് കാര്യം നമ്മൾ ആഗ്രഹിച്ചാലും അത് ആ സമയത്ത് നടന്നിരിക്കും എന്നുള്ളത് മറ്റൊരു സൈനാണ്. പിന്നെ റീയൂണിയൻ ടൈം ആകുമ്പോൾ ഡിവൈൻ ഫെമിനിന് ഒരു ചൈതന്യം കാണാം. ഒരു ബ്യൂട്ടി, അതായത് ഇന്നർ ബ്യൂട്ടി ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പുറമേയുള്ള സൗന്ദര്യത്തിനുപരിയായിട്ട് അവരിലൊരു ചൈതന്യമുണ്ട് എന്ന് പുറത്തു നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഡിവൈൻ ഫെമിനിന് ഭയം എന്താണ്, അതൊന്നും ഡിവൈൻ ഫെമിനിൻ്റെ അടുത്തുകൂടി പോകില്ല. അത്ര ഒരു ലീഡറായി മാറിയിട്ടുണ്ടാകും ഡിവൈൻ ഫെമിനിൻ. എന്ത് കാര്യത്തിലും അവർ മുന്നിൽ നിൽക്കും. അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കും. അതായത് ഡിവൈൻ അവരിൽ നിന്ന് ഭയം എന്നുള്ളൊരു സംഭവം എടുത്തു മാറ്റിയിരിക്കും. അവർ ഇനി സോൾ പർപ്പസ് ചെയ്യുമ്പോൾ, ലൈഫ് പർപ്പസ് ചെയ്യുമ്പോൾ, ഏത് കാര്യം ചെയ്യുമ്പോഴും അവർക്കറിയാം അവരിൽ ഡിവൈനുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡിവൈൻ ഒരുക്കിത്തരും. അതുകൊണ്ട് തന്നെ അവരിൽ ആ ഭയം എന്നുള്ള സംഭവം അവരിൽ ഉണ്ടായിരിക്കില്ല. അവർ ഒരു ലീഡർ ആയി മാറിയിട്ടുണ്ടാകും എന്നുള്ളത് മറ്റൊരു സൈനാണ്. ഡിവൈൻ ഫെമിനിൻ ശരിക്കും ഒരു ഡിവൈൻ ഫെമിനിൻ ആയി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായത് ശരിക്കും ഡിവൈൻ ഫെമിനിൻ തന്നെയാണ് അവർ എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ റീയൂണിയൻ സമയത്ത് എന്നുള്ളതാണ് മറ്റൊരു സൈൻ. പിന്നെ മറ്റൊരു കാര്യം, ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു, റീയൂണിയൻ ആകുമ്പോൾ വയസ്സാകില്ലേ, പിന്നെ സൗന്ദര്യമുണ്ടാകുമോ, കുറേ വർഷമെടുക്കുമോ എന്നൊക്കെയുള്ള സംശയമാണ് അവരോട് പറയാനുള്ളത്. നമ്മളുടെ സോളിന് പ്രായമില്ല. പിന്നെ മറ്റൊന്ന്, പ്രായം ശരീരത്തിനാണ്. അങ്ങനെ ശരീരത്തിന് പ്രായം, നമ്മൾ ശരീരത്തെ എങ്ങനെ കൊണ്ട് നടക്കുന്നു അതുപോലെ ഇരിക്കും നമ്മളുടെ പ്രായവും. അപ്പോൾ നമുക്കതിനായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുക എല്ലാ ദിവസവും. പിന്നെ മിററിൻ്റെ മുന്നിൽ പോയി ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ, അങ്ങനെ കുറേ അഫർമേഷൻസും ഉപയോഗിക്കാം. എന്നും രാവിലെ ഞാൻ നിത്യയൗവനം നേടിയിട്ടുണ്ട്, ഞാൻ ബ്യൂട്ടിഫുള്ളാണ്, അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ നിത്യയൗവനം നേടിയിട്ടുണ്ട്, അങ്ങനെയും അഫർമേഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രായം ബാധിക്കില്ല. പിന്നെ
റീയൂണിയൻ ആകാൻ ഒരുപാട് വർഷമെടുക്കുമോ എന്ന് ചോദിക്കുന്നതിന് അങ്ങനെ ഒരുപാട് വർഷം എന്നൊന്നുമില്ല. നമ്മൾ എത്ര ഇന്നർ വർക്ക് നന്നായി ചെയ്യുന്നു അതിനനുസരിച്ച് റീയൂണിയൻ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.